നമസ്കാരം. +1 ഫിസിക്സിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്, ബേസ്ഡ് ഓൺ ഫോക്കസ് ഏരിയ ടോപ്പിക്സ്. അതായത് +1 എക്സാമിനേഷന് തീർച്ചയായും ചോദിക്കുന്ന പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയ ക്ലാസ്സാണിത്. ഫ്ലൂയിഡ്സ് എന്താണ് എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടാവും അല്ലേ? We have mainly three states of matter: solids, liquids and gases. Fluids are substances which can flow ചെയ്യാൻ കഴിയുന്ന, ഒഴുകാൻ കഴിയുന്ന സബ്സ്റ്റൻസസിനാണ് ഫ്ലൂയിഡ്സ് എന്ന് പറയുക. അപ്പോൾ നമുക്കറിയാം ഏതൊക്കെയാണ് ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. അപ്പോൾ ലിക്വിഡ്സും ഗ്യാസസും ഫ്ലൂയിഡ്സ് എന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന സബ്സ്റ്റൻസസ് ആണ്. ലിക്വിഡ്സും ഗ്യാസസും ഫ്ലൂയിഡ്സ് എന്ന കാറ്റഗറിയിൽ വരുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സോളിഡ്സിൽ നിന്ന് ഫ്ലൂയിഡ്സിനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഡിഫറൻസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ദേ ഓഫർ വെരി ലിറ്റിൽ റെസിസ്റ്റൻസ് ടു ഷിയർ സ്ട്രെസ്. ഷിയർ സ്ട്രെസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ചേഞ്ച് ഇൻ ഷേപ്പ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന കേസിൽ, ആ ഒരു കേസിലാണ് നമ്മൾ ഷിയർ സ്ട്രെസ്സിനെ കുറിച്ച് പറയുക. സോ ഷിയറിംഗ് സ്ട്രെസ് ഓഫ് ഫ്ലൂയിഡ്സ് ഇസ് അബൌട്ട് മില്യൺ ടൈംസ് സ്മോളർ ദാൻ ദാറ്റ് ഓഫ് സോളിഡ്സ്. അതായത് ഇൻ ദ കേസ് ഓഫ് ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് നമുക്ക് വളരെ ഈസിയായി അതിൻ്റെ ഷേപ്പിൽ ചേഞ്ച് വരുത്താൻ കഴിയും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഷേപ്പിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഇഫ് യു വാണ്ട് യു ക്യാൻ വെരി ഈസിലി ബ്രിങ് ഇറ്റ് ബാക്ക് ടു ദി ഒറിജിനൽ കണ്ടീഷൻ. അപ്പോൾ ഷിയർ സ്ട്രെസ് ഇസ് വെരി വെരി സ്മോൾ ഇൻ ദ കേസ് ഓഫ് ഫ്ലൂയിഡ്സ്, ഇൻ ദ കേസ് ഓഫ് ഗ്യാസസ് ആൻഡ് ലിക്വിഡ്സ്. ഫ്ലൂയിഡ്സിൻ്റെ കേസിൽ ചില particular quantities, physical quantities, they tell us about the characteristics. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് പറയുന്ന ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. നമുക്കറിയാം എന്തൊക്കെയാണ്: വോളിയം, പ്രഷർ, ഡെൻസിറ്റി പോലെയുള്ള ക്വാണ്ടിറ്റീസ്. എന്താണ് പ്രഷർ? വോളിയം എന്താണെന്ന് നിങ്ങൾക്കറിയാം. പ്രഷർ എന്താണ്? പ്രഷർ അറ്റ് എ പോയിന്റ് is defined as the normal force acting on unit area. യൂണിറ്റ് ഏരിയയിൽ പെർപെൻഡിക്കുലറായി നോർമലായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനാണ് പ്രഷർ എന്ന് പറയുക. സോ വി ക്യാൻ റൈറ്റ് പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. SI യൂണിറ്റ് ഓഫ് പ്രഷർ ഇസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പാസ്കൽ. 1 പാസ്കൽ ഇസ് 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ആൻഡ് യു ഹാവ് മെനി അതർ യൂണിറ്റ്സ് ടു മെഷർ പ്രഷർ. പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി ധാരാളം യൂണിറ്റ്സ് ഉണ്ട്. അതിൽ ചില യൂണിറ്റ്സ് ആണ് അറ്റ്മോസ്ഫിയർ. 1 atmosphere is 1.013 into 10 raised to 5 Pascal. Then bar, tor, ഇതൊക്കെ പ്രഷർ മെഷർ ചെയ്യാനുള്ള ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ആണ്. ഡയമെൻഷണൽ ഫോർമുല ml raised to -1 t raised to -2. The pressure exerted by the fluid molecules on the walls of the container, that is called fluid pressure. Fluid molecules, അതായത് ലിക്വിഡ് ആയാലും ഗ്യാസ് ആയാലും അതിൻ്റെ മോളിക്യൂൾസിൻ്റെ കൊളീഷൻ കാരണം അതിൻ്റെ കണ്ടെയ്നർ വാൾസിൽ അനുഭവപ്പെടുന്ന പ്രഷറാണ് ഫ്ലൂയിഡ് പ്രഷർ. ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് നോർമൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഫ്ലൂയിഡ് സർഫസ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദി ത്രസ്റ്റ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ. ഫ്ലൂയിഡ് പ്രഷർ ഇസ് ത്രസ്റ്റ് ഡിവൈഡഡ് ബൈ ഏരിയ. ഇനി എന്താണ് പാസ്കൽസ് ലോ എന്ന് നോക്കാം. ഫ്ലൂയിഡ് പ്രഷറിനെ സംബന്ധിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ് പാസ്കൽസ് ലോ. പാസ്കൽസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് the pressure acting at all points in the same horizontal level will be equal. So in the case of liquid in equilibrium, the pressure will be same at all points in the same horizontal level. ഒരേ ഹൊറിസോണ്ടൽ ലെവലിലുള്ള അല്ലെങ്കിൽ ഒരേ ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള എല്ലാ പോയിൻറ്റ്സിലും പ്രഷർ ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് പാസ്കൽസ് ലോ പറയുന്നത്. ഓക്കെ, now we'll consider the variation of pressure with depth. ഡെപ്തിനനുസരിച്ചിട്ട് പ്രഷറിൽ എങ്ങനെയാണ് വേരിയേഷൻ ഉണ്ടാവുന്നത് നോക്കാം. സപ്പോസ് വി ഹാവ് എ ഫ്ലൂയിഡ് ഇൻ ഇക്ലിബ്രിയം ഇൻ എ വെസൽ. സോ ദിസ് ഇസ് എ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ്. ഓക്കെ, ഇൻ എ വെസൽ. ഈ ഒരു വെസലിനുള്ളിലെ ഫ്ലൂയിഡിൽ വി ആർ കൺസിഡറിങ് എ ഫ്ലൂയിഡ് എലമെൻറ്റ് ഓഫ് സിലിണ്ട്രിക്കൽ ഷേപ്പ്. സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള ഒരു ഫ്ലൂയിഡ് എലമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഈ ഫ്ലൂയിഡ് എലമെൻറ്റിൽ വാട്ട് ആർ ദ വേരിയസ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ്? 1 weight mg, m mass of this fluid element. അതായത് ഈ ഒരു ഷേപ്പിലുള്ള ഫ്ലൂയിഡാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അതിൻ്റെ മാസ്സാണ് m. ഇനി മാസ് എന്നുള്ളത് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് വോളിയം ഇൻറ്റു ഡെൻസിറ്റി. സോ വോളിയം ഏരിയ ഇൻറ്റു ഹൈറ്റ്. ക്യാപിറ്റൽ എ ആണെന്ന് വിചാരിക്കുക ഇതിൻ്റെ ഒരു ഏരിയ.
ഈ ഒരു ഹൈറ്റ് എച്ച് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ വോളിയം ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് എഴുതാം. സോ മാസ് ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു എ ഇൻറ്റു എച്ച് ഓർ വെയ്റ്റ് എം ജി ഈക്വൽ ടു റോ എ എച്ച് ജി. അപ്പോൾ ഒരു ഫോഴ്സ് അതാണ് വെയ്റ്റ്, ദാറ്റ് ഈസ് ആക്ടിങ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. മറ്റൊരു ഫോഴ്സ് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രഷർ. ഓക്കെ, സപ്പോസ് യു ഹാവ് the pressure P1 acting at the top surface and pressure P2 at the bottom face. എന്തുകൊണ്ടാണ് പ്രഷർ? ഇപ്പോൾ ഈ ഒരു സർഫസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സർഫസിന് താഴെയുള്ള ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് കൊണ്ട് ഇവിടെ ആക്ട് ചെയ്യുന്ന പ്രഷറാണ് P2. ഓക്കെ, ആൻഡ് P1 എന്ന് പറയുന്നത് ഈ ഒരു സർഫസിൽ ആക്ട് ചെയ്യുന്ന പ്രഷറാണ് ഡ്യൂ ടു ദ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് എബവ് ദിസ്. ഓക്കെ, ഇതിന് മുകളിലുള്ള പാർട്ടിക്കിൾസ് കൊണ്ട് ഇവിടെ ആക്ട് ചെയ്യുന്ന പ്രഷറാണ് P1. അപ്പോൾ ഫോഴ്സ് F1 is given by P1A. What is the direction? Downward. Similarly, force F2 is the force acting at this face and it is equal to P2A. What is the direction? In the upward direction. അപ്പോൾ ഇവിടെ താഴെയുള്ള ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ഇവിടെ ഈ ഒരു പോർഷനിൽ കൊളൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രഷറാണ് P2, അതുകൊണ്ടുള്ള ഫോഴ്സാണ് F2. So P2 will be acting in the upward direction, or force F2 will be acting in the upward direction. Force F1 will be acting in the downward direction. Weight mg also acts in the downward direction. And we know that the net force is equal to 0 because this fluid element is in equilibrium. So ഈ ഫ്ലൂയിഡ് എലമെൻറ്റ് ഇക്വിലിബ്രിയത്തിലായതുകൊണ്ട് തന്നെ നെറ്റ് ഫോഴ്സ് 0 ആണ്. നെറ്റ് ഫോഴ്സ് 0 means total downward force will be equal to total upward force. What is the total upward force? P2A equal to total downward force P1A plus mg. Okay, or P2A equal to P1A plus rho A H G, or P2A minus P1A equal to rho A H G, or P2 minus P1 equal to H rho G. Okay, so total upward force equal to total downward force. അതുകൊണ്ടാണ് നമ്മൾ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും, കാരണം ഇക്വിലിബ്രിയത്തിലാണ്. Then total upward force substitute ചെയ്തു, total downward force substitute ചെയ്തു, you will get P2 minus P1 equal to H rho G. Now if the vessel is open, ഇതൊരു ഓപ്പൺ വെസലാണെന്ന് വിചാരിക്കുക. ഓപ്പൺ വെസൽ ആകുമ്പോൾ P1 എന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ P1 ആണ് എടുത്തിട്ടുള്ളത്, പക്ഷേ വെസൽ ഓപ്പൺ ആണെങ്കിൽ ദിസ് പ്രഷർ വിൽ ബി ഈക്വൽ ടു atmospheric pressure. Then you can write it as P1 equal to PA, or P2 minus PA equal to H rho G, or P2 equal to PA plus H rho G. P2 equal to PA plus H rho G. And this can be written as P equal to PA plus H rho G. Okay, this expression gives you the gauge pressure or the excess pressure. What do you mean by gauge pressure? എന്താണ് ഗേജ് പ്രഷർ എന്ന് നമുക്ക് ഈ ഒരു ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. അതായത് ഈ ഒരു ഫിഗറിൽ ഈ ഒരു ഫ്ലൂയിഡ് എലമെൻറ്റിൽ താഴെ ആക്ട് ചെയ്യുന്ന പ്രഷർ, അതാണ് P2 എന്ന് എടുത്തത്. P2 ഈക്വൽ ടു P1 പ്ലസ് എച്ച് റോ ജി എന്നാണ് നമുക്ക് കിട്ടിയത്. P1 എന്നത് ഈ ഒരു ലെവലിൽ ആക്ട് ചെയ്യുന്ന പ്രഷറാണ്, പ്ലസ് എച്ച് റോ ജി. എച്ച് റോ ജി എന്താണ്? ഇറ്റ് ഈസ് ദ പ്രഷർ ഡ്യൂ ടു ദിസ് ലിക്വിഡ് കോളം ഓഫ് ഹൈറ്റ് എച്ച്. അപ്പോൾ ഈ ലെവലിലുള്ള പ്രഷർ, ഓക്കെ, ഈ ഒരു ഹൊറിസോണ്ടൽ ലെവലിലുള്ള പ്രഷർ എന്ന് പറയുന്നത് ഈ അപ്പർ ലെവലിലുള്ള പ്രഷർ പ്ലസ് ഇത്രയും ഫ്ലൂയിഡ് കോളം കൊണ്ടുണ്ടാവുന്ന പ്രഷർ. അപ്പോൾ അല്ലെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും, അതായത് ലോവർ ലെവലിലുള്ള ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെവലിലുള്ള ഒരു പോയിന്റിൽ അതിന് മുകളിലുള്ള മുഴുവൻ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് കൊണ്ടും ഉള്ള പ്രഷർ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിൽ P1 ആണ് പ്രഷറെങ്കിൽ പ്ലസ് ഈ ഫ്ലൂയിഡ് കോളം കൊണ്ടുള്ള പ്രഷറും കൂടി ചേരുന്നതായിരിക്കും താഴത്തെ ലെവലിലുള്ള പ്രഷർ. Okay, so this excess pressure or gauge pressure, it is given by P equal to PA plus H rho G, where PA is the atmospheric pressure, H height of the liquid column, rho density of the liquid under consideration, and G acceleration due to gravity. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാവും പാസ്കൽസ് ലോ. പാസ്കൽസ് ലോ ഇപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റേറ്റ് ചെയ്തു, അതായത് അറ്റ് ദ സെയിം ഹൊറിസോണ്ടൽ ലെവൽ the pressure at all points will be equal.
That is true. അതായത് ഒരേ ലെവലിലുള്ള പ്രഷർ ഈക്വൽ ആയിരിക്കും. സി, if you consider this level at a depth h ഡെപ്തിലുള്ള ഈ ഒരു ലെവൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെവലിലെ എല്ലാ പോയിൻറ്റ്സിലും പ്രഷർ h rho g തന്നെയായിരിക്കും. ഓക്കെ, സോ പ്രഷർ ഡ്യൂ ടു ദിസ് ലിക്വിഡ് കോളം ഓഫ് ഹൈറ്റ് h that will be same at all points. ഇത് തന്നെയാണ് പാസ്കൽസ് ലോ പറയുന്നത്. അടുത്തായിട്ട് എന്താണ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന് നോക്കാം. ഫിഗർ ശ്രദ്ധിക്കുക. പല ഷേപ്പിലുള്ള വെസൽസ് ആണുള്ളത്. ഓക്കെ, വെസൽസ് ഓഫ് ഡിഫറെൻറ്റ് ഷേപ്സ് കണക്റ്റഡ് ടു ദ സെയിം ഹൊറിസോണ്ടൽ ട്യൂബ്. ആ ഹൊറിസോണ്ടൽ ട്യൂബിൽ യു ഹാവ് എ ഫ്ലൂയിഡ് ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ഇൻ ഓൾ ദ വെസൽസ് ദ ലിക്വിഡ് ഹൈറ്റ് ഇസ് ദ സെയിം. ഓക്കെ, എല്ലാ വെസലിലും ഒരേ ഹൈറ്റിലേക്ക് ലിക്വിഡ് റൈസ് ചെയ്തതായിട്ട് കാണാം. അപ്പോൾ എല്ലാ വെസൽസും ഒരേ ഹൊറിസോണ്ടൽ ട്യൂബിൽ ഒരേ ഫ്ലൂയിഡ് ആണുള്ളത്. അപ്പോൾ എല്ലാ വെസലിലുള്ള ഫ്ലൂയിഡിൻ്റെ ഹൈറ്റ് ഒന്ന് തന്നെയാണ്. സോ ദ പ്രഷർ വിൽ ബി ദ സെയിം. ഇഫ് യു കൺസിഡർ എനി വെസൽ പ്രഷർ വിൽ ബി ഈക്വൽ, കാരണം സെയിം ഹൈറ്റാണ്. ഈ ഒരു അവസ്ഥയ്ക്കാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന് പറയാം. സോ വാട്ട് ഇസ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്? Whatever may be the shape of the vessel, it does not affect the pressure. It is called hydrostatic paradox. Now, atmospheric pressure is the pressure exerted by atmospheric air. Atmospheric air കാരണം ഉണ്ടാവുന്ന പ്രഷറിനാണ് atmospheric pressure എന്ന് പറയാം. And one atmospheric pressure is 1.013 into 10 raised to 5 Pascal. Atmospheric pressure മെഷർ ചെയ്യാനുള്ള ഡിവൈസ് ഇറ്റ് ഈസ് മെർക്കുറി ബാരോമീറ്റർ. ടോറസെല്ലിയാണ് മെർക്കുറി ബാരോമീറ്റർ ഇൻവെൻറ്റ് ചെയ്തത്. ബാരോമീറ്റർ ഉപയോഗിച്ച് പ്രഷർ കണ്ടെത്താൻ നമ്മൾ ചെയ്യുന്നത് ഹൈറ്റ് ഓഫ് മെർക്കുറി കോളം മെഷർ ചെയ്യുക എന്നുള്ളതാണ്. h rho g തന്നെയാണ് ഉപയോഗിക്കുന്ന ഫോർമുല. അവിടെ h ഗിവ്സ് യു ദ ഹൈറ്റ് ഓഫ് മെർക്കുറി കോളം. അപ്പോൾ h മെഷർ ചെയ്തതിന് ശേഷം യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് അറ്റ്മോസ്ഫറിക് പ്രഷർ. പ്രഷർ മെഷർ ചെയ്യാനുള്ള മറ്റൊരു ഡിവൈസാണ് ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ. ഫിഗർ ശ്രദ്ധിക്കുക. അതിൻ്റെ ഒരു എൻഡ്, ആ ഒരു ഡിവൈസിൻ്റെ ഒരു എൻഡ് ഓപ്പൺ ആണ്. മറ്റേ എൻഡിൽ ഏത് ഡിവൈസിലെ പ്രഷറാണോ അല്ലെങ്കിൽ ഏത് സിസ്റ്റത്തിൻ്റെ പ്രഷറാണോ നമുക്ക് മെഷർ ചെയ്യേണ്ടത് ആ ഒരു സിസ്റ്റം ആയിരിക്കും മറ്റേ എൻഡിൽ ഉണ്ടാവുക. സോ പി ഇസ് ദ പ്രഷർ ഇസ് ടു ബി മെഷേർഡ്. ദെൻ യു ഹാവ് 2 points എ ആൻഡ് ബി. എയും ബിയും ഒരേ ലെവലിലുള്ള പോയിൻറ്റ്സ് ആണ്. സോ ബൈ പാസ്കൽസ് ലോ എ ആൻഡ് ബി രണ്ട് പോയിൻറ്റിലും ഒരേ പ്രഷറായിരിക്കും. സോ എ എന്ന പോയിൻറ്റിലുള്ള പ്രഷർ പി ആണ്, അതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ബി എന്ന പോയിൻ്റുള്ള പ്രഷർ എന്താണ്? അറ്റ്മോസ്ഫറിക് പ്രഷർ പ്ലസ് പ്രഷർ ഡ്യൂ ടു ദാറ്റ് ലിക്വിഡ് കോളം. സോ പി എ പ്ലസ് എച്ച് റോ ജി. പി ഈക്വൽ ടു പി എ പ്ലസ് എച്ച് റോ ജി. അതിൽ നിന്ന് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ പ്രഷർ. സോ പി മൈനസ് പി എ ഈക്വൽ ടു എച്ച് റോ ജി. അപ്പോൾ അതിൽ നിന്ന് യു വിൽ ഗെറ്റ് ദി ഗേജ് പ്രഷർ. ഓക്കെ, ഓർ പ്രഷർ ഡിഫറൻസ്. ഗേജ് പ്രഷർ എന്ന് പറയുന്നത് പ്രഷർ ഡിഫറൻസ് ആണ്. സോ പി മൈനസ് പി എ ഇസ് ദി പ്രഷർ ഡിഫറൻസ് ഓർ എക്സസ് പ്രഷർ. അതാണ് ഗേജ് പ്രഷർ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ബി എന്ന പോയിന്റിൽ എ എന്ന പോയിന്റിനേക്കാൾ എത്ര പ്രഷർ അധികമുണ്ട് എന്നുള്ളതാണ് എക്സസ് പ്രഷർ അല്ലെങ്കിൽ ഗേജ് പ്രഷർ. സോ പി മൈനസ് പി എ ഈക്വൽ ടു എച്ച് റോ ജി. ആൻഡ് പി ഇസ് ദ പ്രഷർ ടു ബി മെഷേർഡ്. ഓപ്പൺ എൻഡിൽ ഉണ്ടാവുക അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും, അത് പി എ ആണ്. പി എന്നുള്ള പ്രഷറാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. കൺസിഡർ ദ ഫിഗർ. നേരത്തെ നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സിൻ്റെ കേസിൽ കൺസിഡർ ചെയ്ത ഫിഗർ തന്നെയാണിത്. പക്ഷേ ഇതിലൊരു വ്യത്യാസമുള്ളത്, താഴെയുള്ള ഹൊറിസോണ്ടൽ ട്യൂബ് ഓപ്പൺ ആണ്. ആൻഡ് സപ്പോസ് യു ആർ അപ്ലൈയിങ് എ പ്രഷർ അറ്റ് ദാറ്റ് ഓപ്പൺ എൻഡ്. അങ്ങനെ നമ്മൾ പുറത്തു നിന്ന് ഒരു എക്സ്റ്റേണൽ പ്രഷർ ആ ഓപ്പൺ എൻഡിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു വെസലിൻ്റെ എല്ലാ ഭാഗത്തും ലിക്വിഡ് ഒരേ ഹൈറ്റിലേക്കാണ് റൈസ് ചെയ്യുക. ദാറ്റ് മീൻസ് whenever an external pressure is applied on any part of a fluid in a vessel, it is equally transmitted in all directions. അതായത് ഒരു ഫ്ലൂയിഡിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മളൊരു പ്രഷർ, എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലൂയിഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും അത് ഈക്വലായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. സോ ദിസ് ഇസ് അനദർ ഫോം ഓഫ് പാസ്കൽസ് ലോ ആൻഡ് ഇറ്റ് ഹാസ് മെനി ആപ്ലിക്കേഷൻസ്. പാസ്കൽസ് ലോയുടെ ഒരു ആപ്ലിക്കേഷനാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. A hydraulic lift is used to lift heavy objects. Figure ശ്രദ്ധിക്കുക. There you have two cylinders. Okay, small cross sectional area ഉള്ള ഒരു സിലിണ്ടറും ലാർജർ ഏരിയ ഉള്ള ഒരു സിലിണ്ടറാണുള്ളത്. ആ ലാർജർ ഏരിയ ഉള്ള സിലിണ്ടറിലാണ് നമ്മൾ ഒബ്ജക്റ്റ് ഏതാണോ ലിഫ്റ്റ് ചെയ്യേണ്ടത് വെക്കേണ്ടത്. സ്മോളർ വൺ is provided with a piston. And F1 and A1 force and area of the smaller cylinder, F2 and A2 force and area of the larger one.
and the two cylinders are connected with the help of a horizontal tube and it is filled with the fluid, incompressible fluid. Pascal's law അനുസരിച്ചിട്ട് ഒരേ പോയിന്റിൽ ഒരേ ലെവലിലുള്ള രണ്ട് പോയിന്റ്സിൽ സെയിം പ്രഷർ ആയിരിക്കും. സോ ഇഫ് യു കൺസിഡർ ടു പോയിന്റ്സ് അറ്റ് ദ സെയിം ലെവൽ, പ്രഷർ സ്മോളർ വൺ സിലിണ്ടറിലെ പ്രഷർ F1/A1, ലാർജർ സിലിണ്ടറിലെ പ്രഷർ F2/A2, അത് രണ്ടും ഈക്വൽ ആയിരിക്കും. സോ F1/A1 ഈക്വൽ ടു F2/A2. ഇതിൽ നിന്ന് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സ്മോൾ ഫോഴ്സ് ആണ്, F1 എന്ന സ്മോൾ ഫോഴ്സ്. ഓൺ ദി അതർ സൈഡ് ഇറ്റ് ബിക്കംസ് എ ലാർജ് ഫോഴ്സ് F2 ഈക്വൽ ടു F1/A2 ഡിവൈഡഡ് ബൈ A1. അപ്പോൾ A2 വളരെ കൂടിയ ഏരിയ ആയതുകൊണ്ട്, സിൻസ് A2 ഇസ് മച്ച് ഗ്രേറ്റർ ദാൻ A1, മറ്റേ സൈഡിൽ, അതായത് ഒബ്ജക്റ്റ് വെക്കുന്ന സൈഡിൽ ഒരു ലാർജ് ഫോഴ്സ് അനുഭവപ്പെടുന്നു. അതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. സോ F2 ഈക്വൽ ടു F1/A2 ഡിവൈഡഡ് ബൈ A1. അപ്പോൾ A2/A1 അത്രയും ഇൻക്രീസ് ചെയ്യും. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ചെറിയ ഫോഴ്സ് വിൽ ബി ഇൻക്രീസ് ബൈ എ ഫാക്ടർ A2/A1. സോ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. തുടർന്നും ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.